Hi dears, welcome back to Arcanex Physics Practical Session. So നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഓക്കെ, കോൺകേവ് ലെൻസ്. സോ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ കോൺകേവ് ലെൻസ്? ഇതാണ് നമ്മുടെ കോൺകേവ് ലെൻസ്. ആൻഡ് സാർ എപ്പോഴും പറയുന്നത് പോലെ കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈവേർജിങ് ലെൻസ് ആണല്ലേ. എന്ന് വെച്ചാൽ ലൈറ്റ് റേസിനെ എപ്പോഴും ഇതെന്താ ചെയ്യുക? ഡൈവേർജ് ചെയ്ത് അകത്തി വിടുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ലൈറ്റ് റേസിന് അവിടെ ഫോക്കസ് ചെയ്യാൻ ഒരു പോയിന്റ് ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാം, അവിടെ വെർച്വൽ ഇമേജുകളാണ് ഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ റേ ഓപ്റ്റിക്സ് എന്ന ചാർട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതിൻ്റെ ഒരു പ്രാക്ടിക്കലാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ലൈറ്റ് റേസിനെ കൺവെർജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഈ കോൺകേവ് ലെൻസ് വെച്ചിട്ട് ഇയാളുടെ ഫോക്കൽ ലെന്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? കൺവെർജ് ചെയ്യുന്ന ഒരാൾ ആവശ്യമുണ്ട്. സോ നമ്മൾ കൺവെർജ് ചെയ്യുന്ന ആൾ ഇവിടെ എടുത്ത് എന്താണ്? കോൺവെക്സ് ലെൻസ് ആണ്. സോ ഈ കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെന്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കണ്ടുപിടിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഈ രണ്ടാളുടെയും കോമ്പിനേഷൻ വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കോൺകേവിന്റെ ഫോക്കൽ ലെന്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഈ കോമ്പിനേഷൻ എടുക്കും, കോമ്പിനേഷന്റെ ഫോക്കൽ ലെന്ത് കണ്ടുപിടിക്കും. അതേപോലെ കോൺവെക്സ് ലെൻസിന്റെ മാത്രം കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇയാളുമായിട്ട് എന്ത് ചെയ്യും? അതിനെ മൈനസ് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങൾ കോമ്പിനേഷൻ ഓഫ് ലെൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കോമ്പിനേഷൻ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഫോക്കൽ ലെന്ത് കണ്ടുപിടിച്ചിട്ട് കോൺവെക്സ് ലെൻസിന്റെ മാത്രം കണ്ടുപിടിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യും? കോൺകേവിന്റെ മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. ഇതാണ് നമ്മൾ പ്രൊസീജിയർ ചെയ്യാൻ പോകുന്നത്. നേരെ നമുക്ക് എന്ത് ചെയ്യാം? തിയറി സൈഡിൽ നോക്കാം. എൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസ് ആവശ്യമുണ്ട്. പിന്നെ നമുക്കൊരു സ്ക്രീൻ ആവശ്യമുണ്ട്. ആൻഡ് ഇതിൽ വെക്കാൻ നമുക്ക് സ്റ്റാൻഡ് ആവശ്യമുണ്ട്. ആൻഡ് നമുക്ക് ലൈറ്റ് സോഴ്സ് ആയിട്ട് നമ്മൾ ഇല്ലുമിനേറ്റഡ് വയർ ഗേസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ തിയറി സൈഡിലേക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? ഒന്ന് ഓടി നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇതിന്റെ എയിമിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു തിയറി സൈഡിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ ആദ്യം നമുക്ക് വേണ്ടത് എയിം ആണല്ലേ. സോ എന്താ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഡിറ്റർമൈൻ ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് ലെൻസ് യൂസിങ് കോൺവെക്സ് ലെൻസ് ആണ്. സോ നമ്മൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെന്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. എന്തൊക്കെ അപ്പാരറ്റസ് നമുക്ക് വേണ്ട നോക്കിയേ? കോൺകേവ് ലെൻസ് ആവശ്യമുണ്ട്, കോൺവെക്സ് ലെൻസ് ആവശ്യമുണ്ട്, ലെൻസ് വെക്കാനുള്ള സ്റ്റാൻഡ് ആവശ്യമുണ്ട്, ഇല്ലുമിനേറ്റഡ് വയർ ഗേസ് ആവശ്യമുണ്ട്, സ്ക്രീന്, മീറ്റർ സ്കെയിൽ. പ്രിൻസിപ്പൽ സൈഡ് സിമ്പിൾ ആണ്. നമുക്കറിയാം റിസൾട്ടന്റ് ഫോക്കൽ ലെന്ത് ഓഫ് എ കോമ്പിനേഷൻ അല്ലെ. നമ്മൾ കോമ്പിനേഷൻ ഓഫ് ലെൻസിന്റെ അകത്ത് നിങ്ങൾ ഡിറൈവ് ചെയ്ത് കറക്റ്റ് പഠിച്ചാണ്. റിസൾട്ടന്റ് ഫോക്കൽ ലെന്ത് 1/f ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2 ആണ്. അതിൽ f1 എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെന്ത് ആണ്. f2 എന്ന് പറഞ്ഞാൽ കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെന്ത് ആണ്. ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ രണ്ടാളുടെയും കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ഈ രണ്ടാളെയും കൂടി ഇങ്ങനെ കമ്പൈൻ ചെയ്ത് വെച്ചാൽ ആ ആളുടെ ഫോക്കൽ ലെന്ത് ആണ് എന്ത്? നമ്മുടെ ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് f2 കണ്ടുപിടിക്കണം. അപ്പോൾ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് f2ന്റെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? f2 ഈക്വൽ ടു f(f1/f1 മൈനസ് f) എന്ന് കിട്ടും. സോ ഈ ഇക്വേഷനിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ f ഉം f1ഉം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? f2ന്റെ വാല്യൂ കിട്ടും. ആ f2 ആണ് നമ്മുടെ എന്ത്? കോൺകേവിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നേരെ അതിന്റെ ടേബിളാർ കോളം സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിയാൽ നമ്മുടെ ഫിഗർ ഇതാ നോക്കിയേ. ഒബ്ജക്റ്റ് ഇവിടെ വെക്കുന്നുണ്ട്. ഇത് കോമ്പിനേഷൻ ആണ്. എന്ന് വെച്ചാൽ കോൺവെക്സും കോൺകേവും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഒരു ഇമേജ് ഫോം ചെയ്യുകയാണ്. അപ്പോൾ അതിൽ u എന്താണ്? v എന്താണ്? u എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. v എന്ന് പറഞ്ഞാൽ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ആൻഡ് നമുക്ക് ആദ്യം ഇതിനകത്ത് കണ്ടുപിടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ നമുക്ക് ആദ്യം അറിയണം. ഓക്കെ, സോ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. നമ്മൾ മുന്നേ പഠിച്ചതാണ്. കാരണം കോൺവെക്സ് എന്ന് പറഞ്ഞാൽ ഒരു കൺവെർജിങ് ലെൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇമേജ് കറക്റ്റ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. സോ നമുക്ക് അതിനകത്ത് യു വി മെത്തേഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഫോക്കൽ ലെന്ത് UV/U+V വെച്ച് കണ്ടുപിടിക്കും. അതിന്റെ മീൻ വാല്യൂ എടുക്കും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഈ കോൺവെക്സിന്റെ കിട്ടും. പിന്നെ നമുക്ക് കോൺകേവിന്റെ മാത്രം എടുത്തുകൂടെ വെച്ചാൽ കോൺകേവിന് മാത്രം സാർ നേരത്തെ പറഞ്ഞ പോലെ കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഡൈവേർജിങ് ലെൻസ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് റേസ് എപ്പോഴും ഡൈവേർജ് ചെയ്ത് പോകുള്ളൂ. ഒരിക്കലും കൺവെർജ് ആവുന്നില്ല, ഇമേജ് ഫോം ചെയ്യില്ല. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്യും. കോമ്പിനേഷൻ ഓഫ് കോൺവെക്സ് ആൻഡ് കോൺകേവ് എടുക്കും. അതിന്റെ ഫോക്കൽ ലെന്ത് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് എന്തോ കിട്ടും ഇവിടെ? യെസ്, നമ്മളുടെ f1 ഫോക്കൽ ലെന്ത് ഓഫ് കോൺവെക്സ് കിട്ടും. ക്യാപിറ്റൽ എഫ് എന്ന് വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് ഫോക്കൽ ലെന്ത് കിട്ടും. അത് കണ്ടുപിടിച്ച് നമുക്ക് എന്ത് ചെയ്യാം? f2 നമുക്ക് ഈ ഈക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാവുന്നുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഇതിന്റെ തിയറി സൈഡിലുള്ളത്. സോ തിയറി സൈഡ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നേരെ നമ്മുടെ പ്രൊസീജിയർ നമുക്ക് ചെയ്ത് തുടങ്ങാം. യെസ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ പ്രൊസീജിയർ സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺവെക്സ് ലെൻസിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? ഫോക്കൽ ലെന്ത് കണ്ടുപിടിക്കാൻ പോവാണ്. സാധാ UV മെത്തേഡ് നമ്മൾ ഓൾറെഡി ചെയ്തായിരിക്കും. അപ്പോൾ അതേ UV മെത്തേഡ് എടുക്കാം. സോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ലെൻസിന് നമ്മളെ ഇതിന്റെ മുകളിൽ അല്ലെങ്കിൽ ലെൻസിന്റെ സ്റ്റാൻഡിന് മുകളിൽ കറക്റ്റ് ആയിട്ട് ഞാൻ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പ്ലേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വെക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഇല്ലുമിനേറ്റഡ് വയർ ഗേസ് ഞാനത് അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതിനകത്തുള്ള ഗ്രില്ലാണ് നമുക്ക് നിങ്ങൾക്ക് എപ്പോഴും ചെയ്തിട്ടുണ്ടാവില്ല. ആ ഗ്രില്ല് നമുക്ക് എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി നമുക്ക് എന്ത് ചെയ്യാം? U ഫിക്സ് ചെയ്യാം. ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്തെങ്കിലും ഫിക്സ് ചെയ്യാം. ഓക്കെ, സോ സാർ ആദ്യം എടുക്കുന്ന ലെങ്ത് എന്ന് വെച്ചാൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ചെയ്യാൻ ആദ്യം 20 എടുക്കാൻ പോവാണ്. ഓക്കെ, 20 നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഞാൻ 20 എടുത്തു. ഓക്കെ, ഇപ്പോൾ 20ലാണ്. യെസ്, കറക്റ്റ് 20 ഉണ്ട്. ഓക്കെ, സോ ഒബ്ജക്ട് ഡിസ്റ്റൻസ് 20 ഞാൻ ഫിക്സ് ചെയ്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇമേജ് നമ്മുടെ ഈ ഒരു സ്ക്രീനിന്റെ മുകളിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാണ് സാറ്. സോ നോക്കിയോ. യെസ്, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വരികയാണ്. അടുപ്പിച്ച് കൊണ്ടുവരുന്ന സമയത്ത് യെസ്, ഏകദേശം ആയിട്ടുണ്ട്. നമുക്കൊന്ന് മുന്നോട്ടും പുറകോട്ടും ആക്കി നോക്കിയാൽ എവിടെയാണ് കറക്റ്റ് ഫോക്കസ് പോയിന്റ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ കറക്റ്റ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, കറക്റ്റ് എനിക്ക് ഇവിടെ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കറക്റ്റ് ആ ഫോക്കസ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഇമേജ് ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാം. ഓക്കെ, നമ്മൾ വെച്ച ഒബ്ജക്ട് ഡിസ്റ്റൻസ് മറക്കരുത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. എത്രയാണ്? 20
സെൻറ്റിമീറ്റർ ആണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ആ സമയത്ത് എനിക്ക് കിട്ടിയ ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണ് അറിയോ? സോ എനിക്ക് ഇമേജ് ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് 24 ആണ്. എനിക്ക് ഇമേജ് ഡിസ്റ്റൻസ് കിട്ടിയത് 24. ഓക്കെ അല്ലേ? സോ 24 ആണ്. സോ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്ട് ഡിസ്റ്റൻസും നമുക്ക് നമ്മുടെ റെക്കോർഡിലേക്ക് ഒന്ന് മാർക്ക് ചെയ്യണം. സോ സാർ മാർക്ക് ചെയ്യുന്നുണ്ട് ഒബ്ജക്ട് ഡിസ്റ്റൻസ് 20 ആൻഡ് ഇമേജ് ഡിസ്റ്റൻസ് 24. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ഒബ്ജക്ട് ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഒബ്ജക്ട് ഡിസ്റ്റൻസ് അഗെയിൻ മാറ്റാൻ പോവാണ്. ആൻഡ് ആലോചിക്കുക, ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്നാണ് ഈ ഫ്രണ്ടിലുള്ള ഗ്രില്ലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ സെൻറ്ററിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഞാൻ ഇനി വെക്കാൻ പോകുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു 22 വെക്കാം അല്ലേ? സോ 22. ഓക്കെ, ഇപ്പോൾ 22 ഓക്കെ, കറക്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾ റെക്കോർഡ് ബുക്കിൽ 22 മാർക്ക് ചെയ്യാം. 22 സെൻറ്റിമീറ്റർ. സോ ആ സമയത്ത് ഉണ്ടാകുന്ന ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, സോ ഞാനതാ യെസ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. യെസ്, വന്ന് യെസ്, കറക്റ്റ്. ഇപ്പോൾ നമ്മുടെ ഇമേജ് നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓട്ടോമാറ്റിക്കായി തന്നെ എൻ്റെ യെസ് ഇമേജ് ഡിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇമേജ് ഡിസ്റ്റൻസ് എടുക്കുകയാണ്. സോ ഇമേജ് ഡിസ്റ്റൻസ് എനിക്ക് കിട്ടിയത് 22 ആണ്. സോ 22 നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ മാർക്ക് ചെയ്യുക. സോ 22 തന്നെയാണ് എനിക്ക് എന്ത് കിട്ടിയത്, ഇമേജ് ഡിസ്റ്റൻസും കിട്ടിയിട്ടുള്ളത്. യെസ്, നേരെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തേക്ക് നമ്മൾ മൂവ് ചെയ്യാം. അടുത്ത് നമ്മൾ മറ്റൊരു ഒബ്ജക്ട് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുകയാണ്. സോ ഇത്തരത്തിൽ ഒന്നുകൂടി സാർ എടുക്കാം. ഓക്കെ, ഒബ്ജക്ട് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു. 24 എടുക്കാം. 24. ഓക്കെ, 24 എടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഉണ്ടാകുന്ന ഇമേജ് ഡിസ്റ്റൻസ് ഒന്ന് മാർക്ക് ചെയ്യാം. യെസ്, ആ സമയത്ത് എനിക്ക് കിട്ടിയ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 21 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 21 ആണ്. സോ 24 ആക്കിയ സമയത്ത് ഒബ്ജക്ട് ഡിസ്റ്റൻസ് 24 ആക്കിയ സമയത്ത് ഇമേജ് 21 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഒരു 3 എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു 4 5 സാർ ഇവിടെ 4 മാർക്ക് ചെയ്യുന്നത്. സോ ഒന്നുകൂടി സാർ എന്ത് ചെയ്യും, മെഷർ ചെയ്യും. ഓക്കെ, നമുക്ക് സമയം ഒരുപാട് പോകേണ്ട, അല്ലെങ്കിൽ നമുക്ക് സമയം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെഷർമെന്റ് സാർ എടുക്കുന്നുണ്ട്, നിങ്ങൾ കാണിക്കുന്നില്ല. സോ കുഴപ്പമില്ലാന്ന് വിചാരിക്കാൻ, എങ്ങനെ മെഷർ ചെയ്യുന്ന കാര്യം നമുക്ക് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം, സാർ ഒന്നുകൂടി എടുത്തിട്ട് എന്ത് ചെയ്യാം, നേരെ നമുക്ക് റെക്കോർഡ് ബുക്കിലേക്ക് ആ കോൺവെക്സ് ലെൻസിന്റെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. റെഡി അല്ലേ? യെസ്, അപ്പോൾ നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ യുവും വിയും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാൽക്കുലേഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവസാനത്തേക്ക് ചെയ്യുന്നതിന് നന്നാവുക. കാരണം നമ്മളെ മെഷർമെന്റ് ഒക്കെ നമുക്ക് റീഡിംഗ് ഒക്കെ ആദ്യം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാൽക്കുലേഷൻ സൈഡ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായി. പിന്നെ കാൽക്കുലേഷനിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ കേസിൽ മാത്രമുള്ള യുവും വിയും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കമ്പൈൻ ചെയ്യാൻ പോവാണ്, കോമ്പിനേഷൻ ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ കോമ്പിനേഷൻ്റെ അകത്ത് ഓക്കെ, ആദ്യം നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് പറയേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യും. ഈ പ്ലേസ് ചെയ്യേണ്ടതിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. കോൺവെക്സ് ലെൻസ് ഉള്ള ഭാഗത്തായിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റ് വേണ്ടത്, ആൻഡ് കോൺകേവ് ലെൻസ് ഉള്ള ഭാഗത്തായിരിക്കണം നമ്മൾ സ്ക്രീൻ പ്ലേസ് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഈ കോമ്പിനേഷൻ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ അങ്ങനെ പ്ലേസ് ചെയ്യുന്ന ശേഷം എന്ത് ചെയ്യാണ്, ഇത് 2 ആൾക്കാരെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ സ്ക്രീനിന്റെ മുകളിൽ ഒന്ന് പ്ലേസ് ചെയ്യാൻ പോവാണ്. സോ 2 ആളും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ എന്ത് ചെയ്യണം, അതിനെ പ്ലേസ് ചെയ്യണം. ഓക്കെ, ഒരാൾ മുകളിൽ ഒരാൾ താഴെയായി പോകാൻ പാടില്ല. 2 ആളും എന്ത് ചെയ്യണം, ഒരേപോലെ വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഒന്ന് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് ഞാൻ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയതാ, ഈ ഭാഗത്ത് കോൺവെക്സ് ഉണ്ട്, ഈ ഭാഗത്ത് കോൺകേവ് ആണുള്ളത് അല്ലേ? സോ കോൺവെക്സ് വരുന്ന ഭാഗം ഒബ്ജക്റ്റിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്ലേസ് ചെയ്ത് നിർത്താം. ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒബ്ജക്റ്റ് ഉണ്ട്, നമ്മുടെ കോമ്പിനേഷൻ ഓഫ് ലെൻസ് ഉണ്ട്, ആൻഡ് നമ്മുടെ സ്ക്രീൻ ഉണ്ട്. യെസ്, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്ട് ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഒബ്ജക്റ്റിലേക്ക് ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇതിൽ കോമ്പിനേഷൻ വന്നതുകൊണ്ട് തന്നെ ഫോക്കൽ ലെങ്ത്തിൽ ചിലപ്പോൾ ചേഞ്ച് അല്ലെ കൂടാം. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് ഇമേജ് കിട്ടുന്നുണ്ടാവുക. അതുകൊണ്ട് ഇനീഷ്യലി എന്ത് ചെയ്യാണ്, ഞാൻ ആ ഒരു ഡിസ്റ്റൻസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കുറച്ച് അധികം, തൊട്ട് മുന്നേ നമ്മൾ എടുത്ത് 20 സെൻറ്റിമീറ്റർ ആണല്ലേ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഒരു 40 എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എന്നാലും നമുക്ക് കറക്റ്റ് നമ്മളുടെ ഒരു ഡിസ്റ്റൻസ് റേഞ്ചിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇമേജ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഇമേജ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, സോ ഞാൻ 40 നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഞാൻ 40 ഇതാണ് നമ്മുടെ ലെൻസിനെ കോമ്പിനേഷൻ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് നമ്മുടെ സ്ക്രീനിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്യാം. സോ ഇമേജ് ഫോക്കസ് ചെയ്യാണ്. ഇമേജ് ഈ ഒരു പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടി നല്ല രീതിക്ക് ഫോക്കസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ശ്രദ്ധിക്കുക, അവിടെ കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്ക്രീനിന്റെ മുകളിൽ കിട്ടുന്ന ഇമേജിന്റെ ഇന്റൻസിറ്റി അത്രത്തോളം ഉണ്ടാവണമെന്നില്ല. സിംഗിൾ ലെൻസ് യൂസ് ചെയ്ത സമയത്ത് കിട്ടുന്ന ഇന്റൻസിറ്റി ഒരിക്കലും എന്ത് ചെയ്ത് കോമ്പിനേഷൻ അത് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല ഷാഡോയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. റെഡി? അപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ ഒരു പൊസിഷനിൽ നല്ല രീതിക്ക് എന്തുണ്ട്, ആ ഒരു ഇമേജ് ഞാൻ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യാം, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് എനിക്ക് കിട്ടുന്നത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ എടുക്കുക. സോ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് കിട്ടിയത് 50 ആണ്. സോ 40 ആയിരുന്നു നമ്മുടെ ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ആ സമയത്ത് എനിക്ക് 50 ആണ് എന്ത് കിട്ടിയിട്ടുള്ളത്, നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ് കിട്ടിയിട്ടുള്ളത്. നേരെ എന്ത് ചെയ്യാം, നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മാർക്ക് ചെയ്യാം. സോ 40 ഒബ്ജക്ട് ഡിസ്റ്റൻസ്, 50 എന്താണ് നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസുമാണ്. ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ സാധനം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഒബ്ജക്ട് ഡിസ്റ്റൻസ് കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ട്രൈ ചെയ്യാം. ഓക്കെ, സോ നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള ഏതായിരുന്നു, 40 ആയിരുന്നു അല്ലേ? ഇപ്പോൾ ഞാനത് 45 ആക്കാൻ പോവുകയാണ്. സോ 45ലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇമേജിനെ ഫോക്കസ് ചെയ്യാം അല്ലേ? സോ നമ്മൾ ഇമേജിനെ ഫോക്കസ് ചെയ്യാണ്. സോ ഇമേജിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്.
ഈ ഒരു പോയിന്റിൽ എനിക്ക് കറക്റ്റ് ആയിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്റൻസിറ്റി കുറവാണെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കറക്റ്റ് ഷാഡോയിലൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അല്ലേ, ഒരു ഭയങ്കര ലൈറ്റ് ഇന്റൻസിറ്റി പുറമേയുള്ള ഇന്റൻസിറ്റി കുറച്ചുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഷേഡോ നമ്മളെ കൈ കൊണ്ട് മറിച്ചോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് തന്നെ ഫോക്കസ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കാം. ഓക്കെ, സോ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് എനിക്ക് കിട്ടിയത് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് മക്കളെ. സോ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് കിട്ടി എനിക്ക് 45 തന്നെയാണ്. ഓക്കെ, സോ 45 എടുത്ത സമയത്ത് എനിക്ക് കിട്ടിയ എത്രയാണ്, 45 തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, റെഡി. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് എന്ത് ചെയ്യാം, 50 നമുക്ക് എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാം. സോ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം, 50ലേക്ക് പ്ലേസ് ചെയ്യാൻ പോവാണ്. സോ 45 നിന്ന് 50ലേക്ക് പ്ലേസ് ചെയ്യുന്നു. സോ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇമേജിന് എന്ത് ചെയ്യാം, ഒന്ന് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യിപ്പിക്കാം. ഈ ഒരു പോയിന്റിൽ കറക്റ്റ് ആയിട്ട് എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, യെസ്, ആ ഒരു ഇമേജ് കറക്റ്റ് ആയിട്ട് സ്ക്രീനിന്റെ മുകളിൽ കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്റ്റൻസ് ഒന്ന് മാർക്ക് ചെയ്യാം. സോ ഡിസ്റ്റൻസ് എനിക്ക് വന്നത് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് വന്നത് 41 ആണ്. എത്രയാണ്, 41 ആണ്. സോ 50 സെന്റിമീറ്റർ കൊടുത്ത സമയത്ത് 41ലാണ് എനിക്ക് എന്ത് കിട്ടിയത്, ഇമേജ് കിട്ടിയിട്ടുള്ളത്. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ റീഡിംഗ് കൊടുക്കാം. 4 റീഡിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ ഒറ്റ റീഡിംഗ് എടുക്കാൻ പോവാണ്. ഓക്കെ, സോ ഫൈനൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ 50 നമ്മൾ പ്ലേസ് ചെയ്തത് അല്ലേ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, 55 ആക്കാം. സോ നമ്മൾ 55ലേക്ക് ആളെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ 55. സോ 55ലാണ് നമ്മുടെ എന്തുള്ളത്, കോമ്പിനേഷൻ ഉള്ളത്, അല്ലെങ്കിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് 55 സെന്റിമീറ്റർ ആണ്. സോ ഇമേജ് നമുക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കാം. സോ ഇമേജ് ഫോക്കസ് ചെയ്യാൻ പോവാണ്. ഈ ഒരു പോയിന്റിലേക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് ഡിസ്റ്റൻസ് പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇമേജ് ഡിസ്റ്റൻസ് എനിക്ക് കിട്ടിയ എത്രയാണെന്ന് അറിയോ, യെസ്, 38 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 38 ആണ്. സോ 55 സെന്റിമീറ്റർ ഒബ്ജക്റ്റ് വെച്ച സമയത്ത് 38ലാണ് എനിക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, എൻ്റെ ഇമേജ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 റീഡിംഗ് നമ്മൾ എടുത്തു കഴിഞ്ഞു. സോ ഈ 4 റീഡിങ്ങിന്റെ ബേസിലായിരിക്കും നമ്മൾ ബാക്കിയുള്ള കാൽക്കുലേഷൻ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ അപ്പാരറ്റസ് വെച്ച് നമ്മൾ എടുക്കേണ്ട റീഡിംഗ് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. കോൺടാക്ട് ലെൻസിന്റെ മാത്രം എടുത്തു, കോമ്പിനേഷനിൽ എടുത്തു കഴിഞ്ഞു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, നേരെ നമ്മുടെ റെക്കോർഡ് ബുക്കിനകത്ത് എന്ത് ചെയ്യാം, അതിന്റെ കാൽക്കുലേഷൻ ഒന്ന് ചെയ്തിട്ട് അതിന്റെ F2 അല്ലെങ്കിൽ നമ്മുടെ കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടേബിളാർ കോളത്തിൽ നമ്മളിപ്പോൾ റീഡിംഗ് എടുത്ത കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കോൺവെക്സ് ലെൻസിന്റെ കാര്യങ്ങൾ മാത്രം എന്താ ഇവിടെ ഫസ്റ്റ് ആയിട്ട് കാണാം. ആൻഡ് കോമ്പിനേഷൻ ഓഫ് കോൺവെക്സ് ആൻഡ് കോൺകേവിന്റെ കേസ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, കോൺവെക്സ് ലെൻസിന്റെ ആദ്യം ബാക്കി കാൽക്കുലേഷൻ ചെയ്യാം. ഓക്കെ, സോ കോൺവെക്സ് ലെൻസിന്റെ യു ഇതാ ഇവിടെയുണ്ട്, വി ഇവിടെയുണ്ട് അല്ലേ, ഒബ്ജക്ട് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും. ഫോക്കൽ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, F ഈക്വൽ ടു UV ബൈ U പ്ലസ് V ആണ്. ഓക്കെ, നേരെ കാൽക്കുലേറ്റ് ചെയ്യുക. F ഈക്വൽ ടു UV എന്ന് വെച്ചാൽ 20 × 24 ബൈ 20 + 24. അത് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ 10.9 സെന്റിമീറ്റർ ആണ്. 10.9 സെന്റിമീറ്റർ. റെഡി അല്ലേ? അടുത്ത് 22 × 22 ബൈ 22 + 22 ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന എത്രയായിരിക്കും, 11 സെന്റിമീറ്റർ ആണ് നിങ്ങൾക്ക് അവിടെ F കിട്ടാൻ പോകുന്നത്. ഓക്കെ, അടുത്തത് 24 × 21 ബൈ 24 + 21 ചെയ്താൽ കിട്ടാൻ പോകുന്നത് 11.2 ആണ്. സോ 11.2 സെന്റിമീറ്റർ. ആൻഡ് ഫൈനലി 26 × 19 ബൈ 26 + 9 കിട്ടാൻ പോകുന്നത് 10.9 സെന്റിമീറ്റർ ആണ്. സോ ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എറേഴ്സുകൾ എക്സ്പെക്ട് ചെയ്യാം. സോ എറേഴ്സുകൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ മീൻ വാല്യൂ എടുക്കുകയാണ്. സോ മീൻ എന്ന് പറഞ്ഞാൽ ഈ 4 വാല്യൂ നമ്മൾ ആഡ് ചെയ്യുന്നു, ബൈ 4 ചെയ്യുന്നു. സോ 4 ആഡ് ചെയ്ത് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എത്രയാണെന്ന് അറിയോ, കറക്റ്റ് നമുക്ക് എത്ര കിട്ടും, 11 സെന്റിമീറ്റർ എന്ന് കിട്ടും. സോ 11 സെന്റിമീറ്റർ. സോ 11 സെന്റിമീറ്റർ ആണ് നമ്മുടെ എന്ത്, കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആയിട്ട് നമുക്ക് എക്സ്പെരിമെന്റലി കിട്ടിയിട്ടുള്ളത്. ഇനി അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഈ കോമ്പിനേഷൻ്റെ ചെയ്യാൻ പോവാണ്. കാരണം കോൺവെക്സ് ലെൻസ് കിട്ടിയ സമയത്ത് അതിൻ്റെ അകത്ത് എന്തായാലും എറേഴ്സ് ഉണ്ടാവും അറിയാം. എന്തായാലും കോമ്പിനേഷനിൽ വരുമ്പോൾ അവിടെ എറേഴ്സ് ഉണ്ടാവും. ഓക്കെ, അതിനൊക്കെ റെഡ്യൂസ് ചെയ്യാന്നല്ലാതെ നമുക്ക് മൊത്തത്തിൽ ഒഴിവാക്കാൻ പോസിബിൾ അല്ല. എക്സ്പെരിമെന്റലി അങ്ങനത്തെ എറേഴ്സുകൾ കയറി വരാം. അടുത്ത കോമ്പിനേഷൻ ഓഫ് കോൺവെക്സ് ആൻഡ് കോൺകേവ് അല്ലേ, ആ കേസിൽ ആദ്യം വന്നത് 40 × 50 ആണ്. ഒബ്ജക്ട് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ചെയ്യാം. 40 × 50 ബൈ 40 + 50 ചെയ്താൽ കിട്ടാൻ പോകുന്ന എത്രയാണ് അറിയോ, 22.2 സെന്റിമീറ്റർ എന്ന് കിട്ടും. നെക്സ്റ്റ് 45 × 45 ബൈ 45 + 45 കിട്ടുന്ന എത്രയായിരിക്കും, 22.5 സെന്റിമീറ്റർ എന്ന് കിട്ടും. അടുത്തത് 50 × 41 ബൈ 50 + 41 കിട്ടാൻ പോകുന്നത് അഗെയിൻ 22.5 സെന്റിമീറ്റർ എന്ന് കിട്ടും. ആൻഡ് ഫൈനലി 55 × 38 ബൈ 55 + 38 ഇത് കിട്ടാൻ പോകുന്നത് 22.4 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇതൊക്കെ കൂടെ ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ബൈ 4 ചെയ്യുന്ന സമയത്ത് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 22.4 സെന്റിമീറ്റർ ആണ് നമുക്ക് എന്ത് കിട്ടുക, കോമ്പിനേഷന്റെ റിസൾട്ടന്റ് ഫോക്കൽ ലെങ്ത്. എന്ന് വെച്ചാൽ ഇയാളാണ് നമ്മൾ തൊട്ട് മുകളിൽ കണ്ടുപിടിച്ച F1 ആണ്. വെച്ചാൽ കോൺവെക്സ് ലെൻസിന്റെ മാത്രം ഫോക്കൽ ലെങ്ത് ആണ്. കോമ്പിനേഷൻ നമ്മൾ വിളിക്കുന്നതാണ് ക്യാപിറ്റൽ F എന്നാണ്. സോ ക്യാപിറ്റൽ F ഉം F1 കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ F2 കാണാൻ പോവാണ്. സോ F2 ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചാണ്. എന്താണ് F2 ഇക്വേഷൻ, എന്താണ്, F1 ബൈ F1 - F ആണ് അല്ലേ. എന്താണ് നമുക്ക് F റിസൾട്ടന്റ് ഫോക്കൽ ലെങ്ത് എത്രയാണ്, 22.4 ആണ് അല്ലേ. സോ 22.4 ഇൻറ്റു F1 എത്രയാണ്, 11 ആണ്, ബൈ F1 - F ആണ് എന്ന് വെച്ചാൽ 11 - 22.4. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. യെസ്, അപ്പോൾ ഈ 22.4 × 11 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുന്ന അറിയോ, 246.4 ബൈ 11 - 22.4 ആണ്. 11 - 22.4 എന്ന് പറഞ്ഞാൽ -11.4 ആണ്. സോ നമുക്ക് ഉറപ്പിക്കാം നമ്മളുടെ ആൻസറിൽ ആരുണ്ട്, നെഗറ്റീവ് സൈൻ ഉണ്ടാവും. കാരണം നമുക്കറിയാം കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ്. കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തിൽ നെഗറ്റീവ് സൈൻ വേണം. ഓക്കെ, നെഗറ്റീവ് സൈൻ ഉണ്ടാവും നമ്മുടെ കോൺകേവിന്റെ ഫോക്കൽ ലെങ്തിൻ്റെ അകത്ത്. ഓക്കെ,
അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് വെച്ചാൽ -21.6 സംതിങ് ഉണ്ടാവും. ഞാൻ ഒറ്റ ഡെസിമൽ പോയിന്റ് ആണ് എടുക്കുന്നത്. സോ -21.6 സെന്റിമീറ്റർ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം, -21.6 ഇൻറ്റു 10⁻⁻2 മീറ്റർ എന്ന് നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. സോ സെന്റിമീറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, മീറ്ററിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഇപ്പോൾ നമ്മുടെ കോൺകേവ് ലെൻസിന്റെ മാത്രം ഫോക്കൽ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു. -21.6 സെന്റിമീറ്റർ ആണ് നമ്മുടെ കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്. അപ്പോൾ നമ്മുടെ ആ കോമ്പിനേഷൻ മെത്തേഡിലൂടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, നമ്മൾ കോൺകേവ് ലെൻസിന്റെ ആ ഒരു ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചു അല്ലേ? ആദ്യം നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ മാത്രം കണ്ടുപിടിച്ചു, ഞാൻ കോമ്പിനേഷന്റെ കണ്ടുപിടിച്ചു. അത് രണ്ടും കൂടി വെച്ചിട്ട് രണ്ടാളുടെ ഫോക്കൽ ലെങ്തോട് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, കോൺകേവിന്റെ മാത്രം കണ്ടുപിടിച്ചു, കോമ്പിനേഷൻ ഓഫ് ലെൻസിന്റെ ഇക്വേഷൻ വെച്ചിട്ട്. അപ്പോൾ ആ ചെയ്ത എക്സ്പെരിമെന്റിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, 21 പോയിന്റ്സ് അല്ലെങ്കിൽ -21.6 ആണ് നമുക്ക് എന്ത് കിട്ടിയത്, കോൺകേവിന്റെ മാത്രം ഫോക്കൽ ലെങ്ത് കിട്ടിയത്. സോ -21.6 സെന്റിമീറ്റർ ആണ് നമ്മുടെ കോൺകേവിന്റെ ഫോക്കൽ ലെങ്ത്. അത് ശരിക്കും 20 ആയിരുന്നു അല്ലെ? നമുക്കറിയാം, നമ്മൾ വാങ്ങിയ സമയത്ത് നമുക്ക് മനസ്സിലായത് 20 ആണ്. പക്ഷേ എക്സ്പെരിമെന്റിൽ നമ്മൾ ചെയ്ത് വരുന്ന സമയത്ത് അവിടെ എറേഴ്സുകൾ വരാം. അതുകൊണ്ടാണ് നമുക്ക് അവിടെ എന്ത് കിട്ടിയത്, -21 അല്ലെങ്കിൽ ഒരു 1 സെന്റിമീറ്ററിന്റെ ഡിഫറൻസ് അവിടെ വന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, എങ്കിൽ കൂടി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ അപ്പാരറ്റസ് വെച്ച് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു അപ്പാരറ്റസിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എറേഴ്സുകൾ എന്തായാലും വരും. അതിന് റെഡ്യൂസ് ചെയ്യാനേ പറ്റുള്ളൂ, ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, -21.6 സെന്റിമീറ്റർ ആണ് നമ്മുടെ കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കിട്ടിയിട്ടുള്ളത്. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങളും ചെയ്ത എക്സ്പെരിമെന്റ്സ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു എക്സ്പെരിമെന്റുമായിട്ട് മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും കാണാം. ടിൽ ദെൻ എല്ലാവർക്കും ബൈ.